മോദി തരംഗവും പിണറായി സർക്കാരിനെതിരായ വികാരവും അനുകൂലമെന്ന് പാലക്കാട് വിജയമുറപ്പാണെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് നേടുമെന്നും കൃഷ്ണകുമാർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. പാലക്കാട് നിന്ന് സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുറത്തു വന്നു കഴിഞ്ഞു. ഇനിയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിലും ശക്തമായ രീതിയിൽ വോട്ട് വർധന ഉണ്ടാക്കുന്ന എൻ.ഡി.എക്ക് വലിയ രീതിയിൽ വർധന ഉണ്ടാകുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് എന്നോടിപ്പോൾ ചേരുന്നത്. എന്താണ് പ്രതീക്ഷ? നാളത്തെ ആ വോട്ടെണ്ണലിന് മുന്നുള്ള എന്താണ് ധാരണ എന്നത് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇപ്പം ഇനി മണിക്കൂറുകളേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് ഫലം വരെ. ഇപ്പം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പിലും 7% വർധനവ് കൃത്യമായി വരുന്നു. അപ്പോൾ ഇത്തവണത്തെ കഴിഞ്ഞ പ്രാവശ്യം 21%, 22% അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത്തവണത്തെ ഒരു പ്രതീക്ഷ എത്രത്തോളമാണ്? മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം, മോദി തരംഗം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ ദിവസം തൊട്ട് തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കാണാൻ കഴിഞ്ഞിരുന്നു. ഏറ്റവും സാധാരണക്കാരായ ആളുകൾ മോദി സർക്കാരിൻ്റെ പദ്ധതികളെ സംബന്ധിച്ചും അവർക്ക് ലഭിച്ച ആനുകൂല്യങ്ങളെ സംബന്ധിച്ചും എല്ലാം നമ്മളോട് സ്ഥാനാർത്ഥിയോട് പറയുന്ന രീതിയിലേക്ക് കേരളത്തിൽ രാജ്യത്ത് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് വലിയ ഒരു ജനരോഷം കേരളത്തിലുണ്ട്. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല, കർഷകർക്ക് നെല്ലിൻ്റെ സംഭരണ വില കിട്ടുന്നില്ല, വികലാംഗരായ ആളുകൾക്കുള്ള വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പില്ല, SC/ST-കാർക്കുള്ള സ്കോളർഷിപ്പില്ല. അങ്ങനെ ഏത് പ്രദേശത്ത് പോയാലും ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനവികാരം, അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലെ മോദി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ഈ രാജ്യത്ത് വികസനം കൊണ്ടുവരുന്നതും ആരുടെ ഭരണം വന്നാലാണ് ഇവിടെ അവർക്ക് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ വികസനവും വരിക എന്നുള്ളത് തിരിച്ചറിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അവർ കേരളത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നു. മുൻകാലങ്ങളിലെല്ലാം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ UDF-ന് അനുകൂലമായിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, രണ്ടാളും ഒന്നാണ്. വാളയാറിനപ്പുറത്ത് 2 മുന്നണികൾ ഒന്നാണ്. ഇവർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ്. രണ്ടാൾ ജയിച്ചാലും ഒരേ ഫലമാണ് കേരളത്തിലുണ്ടാവുക. കേന്ദ്രത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത് മോദി സർക്കാരാണെന്ന് ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അപ്പോൾ മോദിയെ പിന്തുണയ്ക്കുന്ന ഒരാളുടെ ഒരു പ്രതിനിധി ഇവിടെ നിന്ന് ഉണ്ടാവണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ഒരു തരംഗമായിട്ട് പാലക്കാടും മാറിയിട്ടുണ്ട്, കേരളത്തിലും മാറിയിട്ടുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് ഇത്തവണ പാലക്കാട് ഒരു അട്ടിമറി വിജയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വിജയം പാലക്കാട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം മുൻ മുഖ്യമന്ത്രി V.S. അച്യുതാനന്ദൻ്റെ മണ്ഡലമായിരുന്നു മലമ്പുഴ. അവിടെയാണ് കഴിഞ്ഞ തവണ നമുക്ക് ഏറ്റവും കൂടുതൽ വോട്ട്, 41,000-ലധികം വോട്ടുകൾ, 50,000-ലധികം വോട്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം അത് ഇത്തവണ ഏതൊക്കെ നിയോജകമണ്ഡലങ്ങളിലാണ് നമ്മൾ അത്തരം ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മണ്ണർകാടാണെന്ന് തോന്നുന്നു അല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നികത്തി പോകാൻ സാധിക്കുമെന്നാണോ പ്രതീക്ഷ? ഇത്തവണ 5 നിയോജക മണ്ഡലങ്ങളിൽ പാലക്കാട്, മലമ്പുഴ, കോങ്ങാട്, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിൽ നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ കഴിയുന്നുള്ള പ്രതീക്ഷയിലാണ്. മണ്ണാർക്കാടും പട്ടാമ്പിയാണ് കഴിഞ്ഞ തവണ നമ്മൾ വളരെ പുറകിലായിരുന്നത്. ഇത്തവണ അത് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാനും ഈ 5 നിയോജക മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയും എന്നുള്ളതിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നു. അതിൽ ഈ പാലക്കാട് മണ്ഡലത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമാണ് വരുന്നത്. അപ്പോൾ അതിനെ എല്ലാം തന്നെ അപ്രസക്തമാക്കുന്ന ഒരു ഫലം തന്നെയല്ലേ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്? ഏതോ ഒരു ചാനൽ ഇന്നലെ നടത്തിയ എക്സിറ്റ് പോൾ ഫലം അവർ BJP-ക്ക് 15% പാലക്കാട് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു മുന്നണിയെ പിന്തുണയ്ക്കാനായിട്ട് നടത്തുന്ന ഒരു പ്രചരണമായിട്ടേ കാണാൻ കഴിയുള്ളൂ. കാരണം കഴിഞ്ഞ തവണ മുൻകാലങ്ങളിലെല്ലാം അവർ BJP-ക്ക് യാതൊരു സാധ്യതയും പാലക്കാട് കൽപ്പിക്കാറില്ലായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ജനങ്ങളുടെ വികാരം ഇത്തവണ കേന്ദ്ര ഗവൺമെൻറ്റിന്, മോദി സർക്കാരിന് അനുകൂലമാണ്. കേരളത്തിലൊരു മാറ്റം വരണമെന്ന് പാലക്കാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീധരൻ സാറേയും അതുപോലെ തന്നെ മലമ്പുഴയിലും പാലക്കാട് നിരവധി നിയോജക മണ്ഡലങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയ മുന്നേറ്റം, പാലക്കാടിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നഗരസഭയ്ക്ക് BJP-ക്ക് അനുകൂലമായിട്ടുള്ള വിജയമുണ്ടായി. ഒറ്റപ്പാലത്തും ഷൊർണൂരും പ്രധാന പ്രതിപക്ഷം. ഇതെല്ലാം കണ്ണടച്ചുകൊണ്ടാണ് ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രചരണം. ഞങ്ങൾ ആ പ്രചരണങ്ങളൊക്കെ നാളത്തോടുകൂടി പൊളിയാൻ പോവുക. നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് വലിയ ഒരു മാറ്റം, അത്ഭുതപ്പെടുത്തുന്ന ഒരു മാറ്റം പാലക്കാട് ഉണ്ടാവും. എന്തുതന്നെയായാലും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ഫലം അത് മോദി തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വിജയം പാലക്കാട്ട്. അതിലുപരി ഭരണവിരുദ്ധ വികാര വോട്ടുകൾ മുൻപ് UDF-ലേക്ക് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ആ സ്ഥിതി മാറി അത് NDA-ക്ക് അനുകൂലമായി വരും. അത്തരത്തിൽ എല്ലാ കൊണ്ടും അനുകൂല സാഹചര്യമാണ്. അവിടെ പൂർണ്ണമായും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ NDA സ്ഥാനാർത്ഥിക്കും സാധിച്ചിട്ടുണ്ട്. അത് വിജയമായി മാറും എന്ന പ്രതീക്ഷ തന്നെയാണ് പാലക്കാട്ട് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനുള്ളത്.